എവരിവൺ, റോഹ ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ട്രക്കിങ്ങിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൈറ്റിംഗ് കിട്ടുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അതിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും പോസിറ്റീവ് എനർജിയും വേറെ ലെവല് തന്നെ. അങ്ങനെ പെരുവാരിപ്പള്ളം എർത്ത് ഡാമിന്റെ അടുത്തെത്തി വണ്ടിയിൽ നിന്ന് ബാഗും ക്യാമറയും ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഗൈഡ് വന്ന് പറഞ്ഞു താഴെ വൈൽഡ് ഡോഗ്സ് നിൽക്കുന്നുണ്ടെന്ന്. തലേ ദിവസം തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഇവിടെ ഒരു കില്ല് നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഇത്രയും അടുത്തായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ കില്ലിന്റെ അടുത്തായിട്ടും അല്ലാണ്ട് സ്കാറ്റേഡ് ആയിട്ടും വൈൽഡ് ഡോഗ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. വൈൽഡ് ഡോഗ്സ് ഹണ്ട് ചെയ്യുമ്പോൾ കുട്ടികളെ കൂടെ കൂട്ടാറില്ല. ഒന്നെങ്കിൽ കില്ല് ചെയ്തതിന് ശേഷം ഫുഡ് കൊണ്ടേ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൂട്ടി വന്ന് കഴിക്കുകയാണ് ചെയ്യാറ്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. തലേ ദിവസം ഇവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതിരാവിലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റിയത്. ഈ ഡോളുകളെ ഏഷ്യൻ വൈൽഡ് ഡോഗ് എന്നും റെഡ് വുൾഫ് എന്നും റെഡ് ഡോഗ് എന്നും വിസ്ലിൻ ഡോഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. വിസ്ലിൻ ഡോഗ് എന്ന് വിളിക്കുന്നത് ഇവർ വിസിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. മലയാളത്തിൽ ഇതിനെ ചെന്നായ എന്നും കാട്ടുപട്ടി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഈ വൈൽഡ് ഡോഗ്സിന്റെ ഗ്രൂപ്പിനെ പാക്ക് എന്നാണ് പറയാറ്. ഒരു പാക്കിൽ 2 മുതൽ 25 പേര് വരെ ഉണ്ടാവും. അതിലൊരു ആൽഫ മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. അവരാണ് റീപ്രൊഡ്യൂസ് ചെയ്യാറ്. ബാക്കിയുള്ളവർ ഹണ്ടിങ്ങിനും ഇവരുടെ പപ്സിനെ റേസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ ഡോളുകളെ അങ്ങനെ എളുപ്പത്തിലൊന്നും ക്യാമറയിൽ കിട്ടാറില്ല. ഒന്നെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹണ്ട് ചെയ്യുമ്പോഴൊക്കെയാണ് കിട്ടാറ്. യൂഷ്വലി അത് എപ്പോഴും മൂവിങ് ആയിരിക്കും. ഇവര് വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആനിമലാണ്. അതേപോലെ കാട്ടിലെ ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ളൊരു ആനിമലും. ഇവർ ചെറിയ ഇരകളായ റാബിറ്റ് മുതൽ വലിയ ഇരകളായ ഗോർണ വരെ ഹണ്ട് ചെയ്യും. അതിൽ ഇവരുടെ കോമൺ പ്രേ സാമ്പാഡിയർ ആണ്, മ്ലാവുകൾ. IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചർഡ് കാറ്റഗറിയിലാണ് ഇവരുള്ളത്. വൈൽഡ് ഡോഗ്സ് ഹണ്ട് ചെയ്യുന്നത് ഒരു ഭീകരമായ കാഴ്ചയാണ്. അവർക്ക് ഈ ആനിമൽസിനെ ഒന്നും കൊന്നു തിന്നാൻ അറിയില്ല. അതിനെ ജീവനോടെ ഭക്ഷിക്കുകയാണ് ചെയ്യാറ്. കഴിച്ചു തുടങ്ങുമ്പോൾ മിക്കവാറും ഇരകൾക്ക് ജീവനുണ്ടാവും. കണ്ടു നിൽക്കുന്ന നമുക്ക് വല്ലാത്തൊരു ഫീലായിരിക്കും. പെരുവാരിപ്പള്ളത്ത് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് വൈൽഡ് ഡോഗ്സിനെയാണ്.
കടുവയും പുലിയും കരടിയും ആനയും ഒക്കെയുള്ള കാട്ടിൽ ഇവർക്ക് വലിയ റോളൊന്നുമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവർ പേടിയില്ലാത്ത വളരെ ഭീകരന്മാരായ പാക്ക് ഹണ്ടേഴ്സ് ആണ്. ഹാബിറ്റാറ്റ് അനുസരിച്ച് ഇവരുടെ കളറിനും മാറ്റമുണ്ടാവും. വൈൽഡ് ഡോഗ്സ് ഒക്കെ അവിടെ നിന്ന് മാറിയതിനു ശേഷം അതിന്റെ കില്ലിന്റെ റിമൈൻസ് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പോയതാണ് അവർ. തുടക്കത്തിൽ തന്നെ നല്ലൊരു സൈറ്റിങ്ങും കിട്ടി ഞങ്ങൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ സൈറ്റിംഗ് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് ട്രക്ക് വളരെ ഹാപ്പി ആയിട്ടാണ്. നമ്മുടെ മുന്നത്തെ പക്മാക് ട്രെയിലിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഈ ടെറൈനിൽ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. ഇലപൊഴിയും കാടുകളാണ്, ഇലയെല്ലാം പൊഴിഞ്ഞു. പക്ഷെ ഇതിനും ഇതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതേപോലെ ഇതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. നമുക്ക് ആനിമൽസിനെ കാണാനും അവർക്ക് നമ്മളെ കാണാനുള്ള ചാൻസ് ഇപ്പോൾ കൂടുതലാണ്. ബേർഡ്സിൻ്റെ പ്രസൻസും നല്ല പോലെയുണ്ട്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും വളരെ ആക്റ്റീവാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യൻ ഗോറിനെ കണ്ടു. പക്ഷെ അത് കുറച്ച് ദൂരത്തായിരുന്നു. അത് പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയും ചെയ്തു. കന്നിമര ടീക്കിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു വയലുണ്ട്. നല്ല ഓപ്പൺ ആയിട്ട് കുറേ ദൂരം വരെ വിസിബിലിറ്റി ഉള്ള വയലാണ്. മിക്ക സമയങ്ങളിലും ഇവിടെ ധാരാളം മാനുകളെ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെ ആനിമൽ പ്രസൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. കുറേ ദൂരെ കുറച്ച് കാട്ടുപന്നികൾ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണിപ്പോൾ. അത് ഇന്നലത്തെ മഴ കാരണമാണ്. ഡ്രൈ ആയി വരുന്നതേ ഉള്ളൂ. മഞ്ഞുള്ളത് കൊണ്ട് ചെറിയൊരു ഈർപ്പം ഇലകളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നടക്കുമ്പോൾ വലിയ സൗണ്ടൊന്നുമില്ല. ഇനി അങ്ങോട്ട് വെയിൽ വന്നതിന് ശേഷം ഞങ്ങൾ നടക്കുമ്പോൾ സൗണ്ടിൽ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് കുറേ തവണ ആനകളെ സൈറ്റും കിട്ടിയൊരു സ്ഥലമാണിത്. ഇപ്രാവശ്യം ഈ സ്ഥലം ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. ദൂരെ മുളങ്കൂട്ടത്തിൻ്റെ പിറകിൽ അവർ നിൽക്കുന്നു. 3 എണ്ണത്തിനെ ഞങ്ങൾ കണ്ടുള്ളൂ. വേറെയും ഉണ്ടെന്ന് തോന്നുന്നു. മുന്നത്തെ പോലെ കുറച്ച് ഇറങ്ങി നിന്നോ മാറി നിന്നോ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം കരിയിലകൾ സമ്മതിക്കില്ല. ചെറുതായി ഒന്ന് അനങ്ങിയാൽ തന്നെ ഭയങ്കര സൗണ്ടാണ്. ആ സൗണ്ട് കേട്ടാൽ ഇവർ പെട്ടെന്ന് തന്നെ മാറിയും പോകും.
ഗ്രൂപ്പിലെ ഈ കുട്ടിക്കൊമ്പൻ മാത്രമാണ് കുറച്ചു നേരം പുറത്തേക്ക് വന്നത്. അവനെ മാത്രം കുറച്ചു നേരം വീഡിയോയിലും കിട്ടി. ഈ മുളയുടെ ഇളമേല തുമ്പിക്കൈ ഉപയോഗിച്ച് അവൻ വലിച്ചു പൊട്ടിച്ച് കഴിക്കുവാണ്. നല്ല ഭംഗിയുള്ള കുട്ടിക്കൊമ്പൻ. ആനകൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അവർ കാമായി നിന്ന് കുറച്ചു നേരം അവിടെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ സൈഡിലേക്ക് പോകുന്നതാണ് കണ്ടത്. മുളങ്കൂട്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരെയും ശരിക്കും കാണാനൊന്നും പറ്റിയില്ല. എന്നാലും ആനകളെ ട്രക്കിങ്ങിന് കാണുന്നത് ഭയങ്കര ഒരു രസമാണ്. എനിക്ക് സഫാരി പോയി ആനിമൽസിനെ കാണുന്നതിനെക്കാട്ടും എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഇവരെ കാണുമ്പോഴാണ്. ആദ്യം വൈൽഡ് ഡോഗ്സ്, പിന്നെ ദേ ഇപ്പോൾ ആനയും. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ആനിമലിൻ്റെ സൗണ്ട് ഇടവിട്ട് കേൾക്കാൻ തുടങ്ങി. നിങ്ങൾക്കും ഇപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടാവാം. നല്ല ഉച്ചത്തിലായിരുന്നു ആ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേൾക്കുന്ന ഭാഗത്തുള്ള ലങ്കൂറൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കുന്നുണ്ടായിരുന്നു. യൂഷ്വലി എന്തെങ്കിലും പ്രെഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ലങ്കൂർ അലാം കോൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അവർ വളരെ അലേർട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
കാട്ടിലൂടെ ട്രെക്ക് ചെയ്യുന്നവർക്കും നേച്ചറിൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നവർക്കും ഈ സൗണ്ട് എന്തിൻ്റെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായവർ ഇതെന്തിൻ്റെ കോളാണെന്ന് കമൻറ്റ് ചെയ്യൂ. ആക്ച്വലി ഈ സൗണ്ട് ഇപ്പോൾ കുറേ നേരമായി, 5 മിനിറ്റോളമായി ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾ ആ കോള് കേട്ട ഭാഗത്തേക്ക് പോയി നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മെല്ലെ അങ്ങോട്ട് നടന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കോള് മെല്ലെ ദൂരത്തേക്ക് മാറിപ്പോകുകയാണ് ഉണ്ടായത്. ഭയങ്കര സൗണ്ടാണ് ഓരോ സ്റ്റെപ്പും ഞങ്ങൾ 5 പേരും വെക്കുമ്പോൾ. സോ ഈ സമയത്തൊക്കെ അനിമൽസിനെ ഫോളോ ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും വന്ന് പെട്ടാൽ തന്നെയാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നടക്കുമ്പോൾ ഒരു മരത്തെ കണ്ടതാണ്, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. മലയാളത്തിൽ ഇതിനെ നാഗമോഹൻ എന്നാണ് പറയാറ്. കേരളത്തിൽ ഇതിനെ അധികമായി ജാനുവരി ഫെബ്രുവരി മാസങ്ങളാണ് കാണാറുള്ളത്. ഉത്തര ഇന്ത്യയിൽ തണുപ്പ് കൂടുമ്പോൾ ഇവിടേക്ക് എത്തുന്ന ഒരു ദേശാടന പക്ഷിയാണിത്. ഫീമെയിലിനെ ഒരു റൂഫസ് കളറിലും മെയിലിനെ 2 കളറിലുമാണ് കാണാറുള്ളത്. ഒന്ന് വൈറ്റ് കളറും അതേപോലെ റൂഫസ് കളറും. നല്ല നീളമുള്ള റിബൺ പോലത്തെ ഈ വാല് കാണാൻ നല്ല ഭംഗിയാണ്. പറമ്പിക്കുളത്ത് ഇപ്പോൾ നല്ല ചൂടാണ്. ഞങ്ങളെല്ലാവരും 2 ലിറ്റർ വെള്ളമൊക്കെ എടുത്താണ് ട്രെക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ വെയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഏകദേശം കഴിയാറായി. സാധാരണ ഈ പക്മാക് ട്രെയിലിൽ എവിടെയും അങ്ങനെ അധിക നേരമൊന്നും ഞങ്ങൾ ഇരിക്കാറില്ല. ഫുൾ ഡേ ട്രെക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ചൂടത്ത് ഇപ്പോൾ തന്നെ നല്ല ക്ഷീണം തോന്നി തുടങ്ങി. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ 3ാമത്തെ പക്മാക് ട്രെയിലിൻ്റെ വീഡിയോ ആണെന്ന്. ഇതിന് തൊട്ടു മുന്നേ പക്മാക് ട്രെയിൽ ചെയ്തപ്പോഴും ഞങ്ങൾ ഈ സെയിം ടീം തന്നെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ടായി. ഒരാന മറ്റൊരാനയെ കുത്തിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു. ആനയെ അങ്ങനെ ഒരു ഭീകരാവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
മുളകൾക്ക് താഴെയായി പൊഴിഞ്ഞു കിടക്കുന്ന ഇലകൾക്കൊക്കെ ഒരു ഗോൾഡൻ യെല്ലോ കളർ. ഇപ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ. വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾക്കൊക്കെ ഇപ്പോഴും നല്ല പച്ചപ്പുണ്ട്. ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന മരങ്ങൾ കണ്ടോ, ആകെ ഡ്രൈ ആയി നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.